ഇപ്പോൾ കളർ കറക്ഷനായിട്ടൊരു ഫോട്ടോ ഓപ്പൺ ചെയ്യുക ഫോട്ടോഷോപ്പിൽ. അതിൻ്റെ എക്സ്പോഷർ ഫസ്റ്റ് സെറ്റ് ചെയ്യുക. കുറച്ച് കർവ്സ്ലി ഇപ്പോൾ ഈ കാണുന്ന പോലെ രീതിയിൽ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. സെയിം ഇതേ രീതി ചെയ്യുക. ഓക്കെ കൊടുത്ത ശേഷം സെലക്റ്റീവ് കളർ ഓപ്പൺ ചെയ്യാം. സെലക്റ്റീവ് കളറിൽ യെല്ലോസ് സെലക്ട് ചെയ്ത ശേഷം അതിന് സിയാണ് കുറച്ച് കുറക്കുക. സെയിം മജന്ത, യെല്ലോ, ബ്ലാക്ക്. അതേപോലെ നെക്സ്റ്റ് കളർ ഗ്രീനിൻ്റെ സെയിം അതേപോലെ സെറ്റിങ്സ് ചെയ്യാൻ കൂട്ടോ കുറക്കുക ചെയ്ത് നിങ്ങൾക്ക് എഫക്റ്റ് മനസ്സിലാവും. നിങ്ങൾക്ക് ഏത് എഫക്റ്റ് വേണമെങ്കിൽ ആ എഫക്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ ഏകദേശം യെല്ലോസ് പോലെയുള്ള ഗോൾഡൻ കളർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഏകദേശം സെറ്റായിട്ടുണ്ട്. യെസ്, പിന്നെ കുറച്ചൊന്ന് ബ്ലാക്ക്, ചെറിയൊരു ഡെപ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കാം. ബിഫോർ ആൻഡ് ആഫ്റ്റർ ആ ഗ്രീന് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. സോ നെക്സ്റ്റ് റെഡ്, ഡ്രസ്സിൻ്റെ കളർ റെഡ് ആയതുകൊണ്ട് റെഡ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക. സെയിം അതേപോലെ കവേഴ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവും കളർ ഗ്രേഡിങ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു മാറ്റം വരും കവേഴ്സിൽ, അതായത് ലൈറ്റിൽ മാറ്റം വരും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. സോ ഇപ്പോൾ കളർ ഒന്നാകെ ഒന്ന് മാറി കിട്ടി. നെക്സ്റ്റ് ഫോട്ടോ ഫിൽറ്റർ അപ്ലൈ ചെയ്യുക. ഫോട്ടോ ഫിൽറ്റർ വാമിംഗ് ഫിൽറ്റർ കൊടുക്കുക. മൂന്നാമത്തത് അതിൻ്റെ ഡെൻസിറ്റി കുറച്ച് കൂട്ടി കൊടുക്കുക. ഏകദേശം നോർമൽ കളറിൽ നിന്ന് മാറുന്ന പോലെ കൂട്ടി കൊടുക്കുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളറല്ല, ആ കളർ സെറ്റായി കാണാം. അപ്പോൾ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് പിക്ചറും ആ പിക്ചറും ഇപ്പോൾ നമുക്ക് 3 ലെയറും സിംഗിൾ ചെയ്തിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫോട്ടോഷോപ്പിൽ കളർ ഗ്രേഡിങ്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ചെയ്ത് നോക്കാം.